ഇത് വിജയദശമിയായിട്ട് അമ്പലത്തിൽ പോവാണ്. അതിന് ചോറ് ഇല്ല അരിയിലെഴുതുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിരുന്നേ. അപ്പൊ പെട്ടെന്ന് ഇറങ്ങുന്നതിന്റെ ഇടയിൽ ഒരു ചെറിയ വീഡിയോ പെട്ടെന്ന് എടുത്തതിലൂടെ ഒക്കെ ഫുള്ള് തെറ്റിപ്പോയിരുന്നു. പക്ഷേ ഒരു ഇൻട്രോയ്ക്ക് ഞാൻ ആ വീഡിയോ യൂസ് ചെയ്തെന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ വാഹന പൂജയ്ക്കായിരുന്നു. ഞാൻ നേരെ വണ്ടി അവിടേക്ക് കൊണ്ടുവെക്കായിരുന്നു കേട്ടോ. അവിടെ വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നേരെ വരുന്ന വഴി ആ ഒരു സ്പേസ് ഒഴിഞ്ഞിടക്കണേ ഞാൻ വേഗം കൊണ്ടുവച്ച് വേഗം ഷീറ്റ് എടുത്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ വാഹന പൂജ കഴിഞ്ഞ് തിരക്കിലൊന്നും പെടാതെ അങ്ങനെ വാഹന പൂജ കഴിഞ്ഞതിന് ശേഷം അതിന് ഷീറ്റ് എടുത്തിട്ടോ ചോറുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു മുണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 50 രൂപയായിരുന്നു കേട്ടോ അരിയിൽ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാഹനപൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയൊക്കെ മാറ്റി ഞാൻ അപ്പുറത്തേക്ക് പാർക്ക് ചെയ്തു. അതിന് ശേഷം ആണ് എല്ലാവരും വന്നത് കേട്ടോ. അമ്മയും അച്ഛനൊക്കെ എല്ലാവരും വന്നു. അങ്ങനെ അതിനെയും കൊണ്ട് ഞങ്ങൾ നേരെ അരിയിൽ എഴുതിക്കാൻ വേണ്ടി ഞാൻ പോവുമായിരുന്നു കേട്ടോ. ചിന്നമ്മ പോയല്ലോ എന്താ കാട്ടി എന്താ ചെയ്യാ പോയി ഏട്ടോ പോയിക്കാ ഞാൻ അതിനെ കൂട്ടണ്ട ഏട് പോയി ഇനി എന്താ ചെയ്യാ ഇപ്പൊ വരൂല വീട് പോയത് ആർക്കറിയാ. ഇപ്പൊ വരില്ല പറഞ്ഞു എന്നോട്. ഇപ്പൊ വരില്ല പറഞ്ഞു പോയി കേട്ടോ പോയിക്കാൻ നടന്നേട്ട് പോവാ. ഏട്ടാ പോണ്ടി അതിന് ഏട്ടെത്തൂലേന്ന്. ഓ വീട്ടിലൊക്കെ എത്തും. ചിന്നമ്മ പോയി ഏട്ട പോയിക്ക് അറിയൂല. അങ്ങനെ അരിയിലെഴുതിക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ടോക്കൺ നമ്പർ തന്നെ 21 അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് 5 or 6 കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ നല്ല വെയിറ്റിംഗ് ആയിരുന്നു. ആ ഒരു സമയം ഞങ്ങൾ കുറച്ചു നേരം നോക്കി നിന്ന് എന്തൊക്കെയാണ് എഴുതിക്കുന്നതും കാര്യങ്ങളും എന്നൊക്കെ നോക്കി നിന്നിട്ടോ. അപ്പോൾ സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും ഫുള്ള് എഴുതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ടെൻഷനിലായിരുന്നേ. അക്കങ്ങൾക്ക് നിച്ചല്ല ഞങ്ങൾ പഠിക്കുക. അതിന്റെ ടോക്കൺ 21 ആയതുകൊണ്ട് കുറെ ലേറ്റ് ആവുമെന്ന് കണ്ടതുകൊണ്ടും ഞങ്ങൾ വേഗം തൊഴാന് വേണ്ടി പോയിട്ടോ. അപ്പം തൊഴുന്ന വരിയും കുറച്ച് ബാക്കിൽ തന്നെയായിരുന്നു. മെല്ലെ മെല്ലെ ഇങ്ങനെ തൊഴുത് ഞങ്ങൾ തൊഴുത് ഇറങ്ങിയപ്പോഴേക്ക് ദൈവത്തിന്റെ അരിയിലെഴുത്തൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഭാഗവും കണ്ടില്ലായിരുന്നു. കുറച്ചൊന്ന് തിരക്കായിപ്പോയി. പിന്നെ നേരെ ഞങ്ങൾ അതിന് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിനോണ്ട് അതിനും കൊണ്ട് ഞാൻ നേരെ ചായ കുടിക്കാനാട്ടോ പോയത്. അങ്ങനെ അതിന് വിശക്കുണ്ട് എന്ന് പറഞ്ഞതിനോട് വേഗം ഉപ്പുമാവ് കഴിക്കാനായിരുന്നു കേട്ടോ പോയി. ഉപ്പുമാവ് നല്ല ചായയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ടോക്കൺ ആയി എന്ന് പറഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കുന്നതിന് എണീറ്റ് ഓടിയായിരുന്നു കേട്ടോ. കാരണം ടോക്കൺ നമ്പർ ആയി എന്നും പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നേരെ ചേർന്ന് ഞങ്ങൾ അരിയിൽ എഴുതാൻ വേണ്ടി കഴിഞ്ഞ് പോയി. ആയി ഇരിക്കുമെന്നൊന്നും വലിയ ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ. അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പൂരിൻ്റെ മടിയിലിരുന്നിട്ട് എഴുതണം എന്നൊക്കെ. അതേമാതിരി ഇരുന്ന് നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ ആയു. സർക്കാരുണ്ട് 1 ലക്ഷം രൂപ
വീട്ടിൽ പോയിട്ട് എല്ലാം ഒന്ന് കൈ പിടിച്ച് കഴിഞ്ഞിട്ട് വെറുതെ നിലത്തോ മണ്ണിലോ. പിന്നെ അരിയിലൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ആയു എല്ലാവരും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ചിലങ്കി എടുക്കാനും ബുക്ക് എടുക്കാനും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നു. അങ്ങനെ ഞങ്ങളെ കൊണ്ട് അവിടുന്ന് സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും ഒക്കെ എഴുതിപ്പിച്ചു. പിന്നെ പാട്ട് പാടാൻ വെച്ചിട്ടുള്ളവരോട് പാട്ടൊക്കെ പാടിപ്പിച്ചു. കുറേ ലേറ്റ് ആയതിനു ശേഷം കേട്ടോ അവിടുന്ന് ഇറങ്ങിയത്. അങ്ങനെ ചെലങ്ക തരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെലങ്ക അതൊന്ന് കെട്ടിയിട്ട് അമ്പലത്തിൽ നിന്ന് കളിച്ചിട്ടോ പോകാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ ഞങ്ങള് ഏത് സ്റ്റെപ്പ് കളിക്കുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അപ്പൊ അവിടുന്ന് ചെലങ്കയൊക്കെ കെട്ടി ഞങ്ങള് ചെറുതായിട്ടൊന്ന് 2 സ്റ്റെപ്പൊക്കെ കളിച്ചതിന് ശേഷമാണ് അവിടുന്ന് പോരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങിയപ്പം പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രസാദമൊക്കെ വാങ്ങിയതിന് ശേഷം ഇൻട്രൂവിനെ വീട്ടിലാക്കി നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് ആയിരുന്നു കേട്ടോ പോയിരുന്നത്. ഞങ്ങൾ പോകുന്ന സമയം അവിടെ ഡാൻസ് ക്ലാസ്സിൽ എത്തിയ സമയത്തേക്ക് എല്ലാ മക്കളും ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായി എത്താൻ വേണ്ടിയിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ദക്ഷിണയൊക്കെ കൊടുത്തു. പിന്നെ ചെലങ്കയൊക്കെ കെട്ടി ഞങ്ങൾ 2 സ്റ്റെപ്പൊക്കെ കളിച്ചു. കുറേ മക്കളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. പിന്നെ വിജയദശമിൻ്റെ ഈ വീഡിയോ ഇടാൻ നല്ലോണം ലേറ്റ് ആയിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്യാനും പിന്നെ സ്റ്റോറേജിൻ്റെ കുറേ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ നല്ലോണം ലേറ്റായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അതേമാതിരി ആദ്യമായിട്ടാണ് ഈ ചാനൽ പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത്രയൊക്കെയുള്ളൂ വിജയദശമീൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ. അപ്പം ഷോർട്ട് ഞാൻ നേരത്തെ അന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും കൂടി മടിച്ചത് കേട്ടോ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ വിജയദശമീൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.